ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയും ക്ലിയറൻസ് സെയിൽ തന്നെയാണ് കേട്ടോ. നമ്മളുടെ ക്ലിയറൻസ് സെയിലിന്റെ ഒരു പരമ്പര തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ യൂറോപ്യൻ ട്രിപ്പാണ് കേട്ടോ പോകുന്നത്. 2 മാസം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ക്ലിയറൻസ് സെയിൽ വരുന്നത്. അപ്പൊ ഇത്രയും റേറ്റ് കുറച്ച് നമ്മളുടെ ഇതിൽ വരില്ല. കാരണം എനിക്ക് കുറച്ച് പ്ലാൻസുകളൊക്കെ ഉള്ളത് അങ്ങോട്ട് ക്ലിയർ ചെയ്തിട്ട് പോകണം. അത് നിർബന്ധമായിട്ടും അങ്ങനെയാണല്ലോ. നമുക്ക് 2 മാസം കഴിഞ്ഞ് വരുമ്പോഴേ നമ്മൾ ഇത്രയും ഇതുള്ള ചെടികളൊക്കെ നമുക്ക് അങ്ങനെ വെച്ചുകൊണ്ട് പോകാൻ ഒട്ടും പറ്റത്തില്ലല്ലോ. പിന്നെ കുറേയൊക്കെ എന്തായാലും ഇരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുമിച്ച് വെച്ച് അത് നനയ്ക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യാം. പക്ഷെ ഈ ഒത്തിരി നനയ്ക്കേണ്ടാത്ത ചെടികളൊക്കെ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ക്ലിയറൻസ് സെയിലൊക്കെ ഇടുന്നത്. അപ്പോൾ ഞാനേ അഗ്ലോണിമയുടെ കോംബോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ. അത് നന്നായിട്ട് വില കുറഞ്ഞിട്ട് ഏറ്റവും നമുക്ക് എനിക്ക് കിട്ടിയതിനേക്കാൾ റേറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 2 പ്ലാന്റുകൾ ആദ്യം തന്നെ ഞാൻ അതങ്ങോട്ട് കാണിച്ചിട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മളുടെ ഇതാണ് വൈറ്റ് ലെഗസി. കളറിലൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് ടിഷ്യൂ കൾച്ചർ പ്ലാന്റുകൾ തന്നെയാണ്. എന്നാലും ഈ വന്നേക്കണതിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോഴും ഈ ചൂടിൻ്റെ ഒക്കെ വെച്ചിട്ട് ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവുമല്ലോ. ഇത്രയും വൈറ്റ് കളറ് ഇരിക്കുന്നതിന് ഇല്ലാന്ന് തോന്നുന്നു. 2 സെറ്റേ ഉള്ളൂ കേട്ടോ. 2 സെറ്റേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഏറ്റവും വില കുറച്ചിട്ട് തന്നെ തരുവാണ്. ഏറ്റവും നിങ്ങൾക്ക് അഫോർഡബിൾ. ഈ റേറ്റിന് നിങ്ങൾക്ക് ഒരു സ്ഥലത്തും കിട്ടില്ല കേട്ടോ. ഞാൻ ചലഞ്ച് ചെയ്യാം, ഒരു സ്ഥലത്തും കിട്ടില്ല. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇത് ഇതിൽ കളർ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ചിലതിനൊക്കെ ഈ ഒരു കളറിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ. ഈ ലീഫില്ലേ ആ ഒരു കളറിലേക്കാണ് വന്നത്. കളറിലൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസുകളൊക്കെ എന്തായാലും ഉണ്ടാവും. ഇങ്ങനെ കേട്ടോ. ഈ 2 പ്ലാന്റ് ഇത് ഇപ്പോഴത്തെ സ്പെഷ്യൽ ഓഫറായിട്ട് വരുന്നത് 650 ആണ്, 650. ഞാൻ ഇത് പറയുന്നത് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇത് കിട്ടില്ല. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. 650 2 സെറ്റാണ് നമുക്ക് സ്റ്റോക്കിലുള്ളൂ. അഗ്ലോണിമയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. ആദ്യം തന്നെ ഞാൻ അതങ്ങോട്ട് കാണിച്ചു പോകും കേട്ടോ. പിന്നെ കലാത്തിയും ഞാൻ അങ്ങനെ കാണിച്ചേക്കാം. കലാത്തി ഈ ഒരു ഫുൾ പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ നമ്മൾ മാറ്റാതെ ഫുൾ പോട്ട്, നമ്മൾ അറിയാമല്ലോ ഫുൾ പോട്ട് തന്നെയാണ് സെയിൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ സ്പെഷ്യൽ ഓഫർ 280 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതും കുറച്ച് മാത്രമേ ഉള്ളൂ. 2 ഉള്ളൂ കേട്ടോ. 280 കേട്ടോ. താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ. ഇതിപ്പോൾ ഇതിന് മുമ്പ് എടുത്തേക്കണവർക്ക് ഒരു വിഷമം വരണ്ട കേട്ടോ. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിന് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് കിട്ടിയതിനേക്കാൾ റേറ്റ് കുറവാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി നഷ്ടത്തിലേക്ക് പോവാതെ കുറച്ച് ഒരു നഷ്ടം സഹിച്ചിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ അതാ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഈ വാങ്ങിച്ചേക്കണവർ ഒരു വിഷമം വിചാരിക്കരുത്. പിന്നെ ഞാനൊരു കോംബോ കാണിച്ചു പോട്ടെ. ഇനി കോംബോകളുടെ ഒരു പരമ്പര തന്നെയാണ് കേട്ടോ. കുറച്ച് ഞാൻ കാണിച്ചു പോകാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഇല്ലേ, നിങ്ങൾ ഈ പ്ലാൻസുകൾ ആവശ്യമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ എമൗണ്ടുകളൊക്കെ ഇട്ട് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പേ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഇത് ഇങ്ങനെയുള്ള ഇത്രയും ഡിസ്കൗണ്ട് റേറ്റും ക്ലിയറൻസ് സെയിലും ഒക്കെ ആയിരുന്നു. നമുക്ക് ഒത്തിരി നേരം ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ആര് വരുന്നോ അവർക്ക് കൊടുക്കണോ. എനിക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ആരുടെ അടുത്തും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പേയ്മെന്റ് ഒന്നും മിണ്ടാതിരുന്നിട്ട് ഞാൻ സോൾഡ് ഔട്ട് ആയി എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി പേര് കഴിഞ്ഞ പ്രാവശ്യം എന്നെ ചീത്ത പറഞ്ഞവരുണ്ട്. എനിക്ക് ഒത്തിരി വിഷമം വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കറിയാലോ, ഈ ഓൺലൈൻ സൈഡിൽ അങ്ങനെയാണല്ലോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ടിട്ടില്ല. നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്നേഹബന്ധമാണല്ലോ ഉള്ളൂ. അപ്പോൾ എന്നെ ഇങ്ങനെ വന്നിട്ട് ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും റേറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആര് പേയ്മെന്റ് തരുന്നോ അവർക്ക് ഞാൻ കൊടുക്കും കേട്ടോ. 1-2 സെറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അമ്മച്ചി എന്നെ കുറേ ചീത്ത പറഞ്ഞു. ഞാൻ പറയണില്ല, എനിക്ക് അത്രയും വിഷമം വന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഓർത്തിരിക്കുക കേട്ടോ. എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയക്കാൻ ശ്രമിക്കുക. ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്നും കൂടെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ തന്നെ പേയ്മെന്റ് ഒക്കെ ഇട്ട് തരാമല്ലോ. പിന്നെ സമയം പോയിട്ട് നിങ്ങൾക്ക് ചെടി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ആദ്യത്തെ പ്ലാന്റ് കാണിക്കുന്നത് ഈ കോംബോയിൽ 3 പ്ലാന്റുകളായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. അതിൽ ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ എൻജോയ് പോത്തോസ് ഫുൾ പോട്ടാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ സെറ്റ് ചെയ്യാൻ ആവശ്യമുള്ളവരൊക്കെ നോക്കിയിരുന്നോളൂ കേട്ടോ. ഇത് ആദ്യത്തെ പ്ലാന്റ്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൂൺഷൈൻ ആണ്. മൂൺഷൈൻ്റെ ചെറിയ പ്ലാന്റ്. ഇത് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് തന്നെയാണ്. ഇത് രണ്ടും ഇതും അങ്ങനെ തന്നെയാണ്. നമുക്ക് പുറമേ നിന്ന് വന്നേക്കുന്ന പ്ലാന്റുകളാണ്, ടിഷ്യൂ കൾച്ചറാണ്. പിന്നെ ഇത് ടിഷ്യൂ കൾച്ചർ അല്ല കേട്ടോ, സോറി. ഇത് ടിഷ്യൂ കൾച്ചർ അല്ല, നമ്മുടെ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് തന്നെ വന്നേക്കുന്ന പ്ലാന്റുകൾ തന്നെ. ഇത് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് ആകുമ്പോഴത്തേക്കും ആ ചെറിയ പോട്ടിൽ നിന്ന് അങ്ങനെ മാറ്റി വന്നേക്കുന്ന പ്ലാന്റുകളാണ്. ഇത് കുറച്ച് നാളുകളായി നമുക്ക് വന്നിട്ട് നമ്മൾ കാണാതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇത് നല്ല ഇതുണ്ട് കേട്ടോ. തണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇതായിട്ടാണ് വന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് നടാൻ പറ്റും. ഒരു പ്രശ്നമില്ല കേട്ടോ. ഇതാണ് പ്ലാന്റ് വരുന്നത്. മുൻഷ്യന് അറിയാലോ, നല്ല ഭംഗിയിൽ നല്ല വലിയ ഇലയൊക്കെ ആയിട്ട് വന്നോളൂ കേട്ടോ. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഹോമിലോമിന ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വെറൈറ്റിയാണ്.
ഇച്ചിരി ഹൈറ്റ് ഒക്കെ ഉള്ളതാണ്. ഏറ്റവും ചെറുതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഏറ്റവും ഇച്ചിരി കൂടി ഹൈറ്റ് ഒക്കെ ഉള്ളതാണ് വരുന്നത്. ഈ 3 പ്ലാന്റിനും റേറ്റ് വരുന്നത് നോക്കട്ടെ കേട്ടോ, ഞാൻ റേറ്റ് പറയാം. 280 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. കുറേ കോംബോകൾ ഉള്ളത് കൊണ്ടേ ഞാൻ റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടാണ് പോന്നേക്കണം, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരണ്ടല്ലോ എന്ന് ഓർത്ത്. 280 ആണ് റേറ്റ് വരുന്നത് 3 പ്ലാന്റ്സിൻ്റെ കോംബോ. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ, നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇതാണ് ഏറ്റവും കൂടുതലുള്ള ഒരു കോംബോ വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ. അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റിൻ്റെ കോംബോ തന്നെ ഇത് തന്നെ ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ തന്നെ ചെയ്യാം. അടുത്തത് സാറ്റിനൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു 5 പ്ലാന്റിൻ്റെ കോംബോയാണ്. അതിലിതാ ആദ്യത്തെ പ്ലാന്റ് ഇതിൻ്റെ പോലെ ഈ എൻജോയ് പോത്തോസ് ഉണ്ട് കേട്ടോ. ഇത് ഒറ്റ സെറ്റേ ഉള്ളൂ കേട്ടോ. എൻജോയ് പോത്തോസ് ഇത് ഈ ഒരു ഇതിൽ ഇത് ഒത്തിരി ഇതല്ല കേട്ടോ, കുറച്ച് പോയതാണ്. ഇതാ ഇങ്ങനെ ഈ ഭാഗത്തു നിന്നൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വയ്ക്കും കേട്ടോ. ഇത് ചെറിയ പോട്ടിലൊക്കെ വരുന്ന അത്രയും ഒരു സൈസാണ് വരുന്നത്. പിന്നെ മോൺസ്റ്റേറ പെറു, ഇതാ ഇത് പെറു എന്ന് പറഞ്ഞിട്ട് ഇതാ ഇത് കേട്ടോ ലീഫ് വരുന്നത്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് സാറ്റിൻ പോത്തോസ്, ഇതാ ഈ ഒരു സൈസിലുള്ള. ഇതൊക്കെ ചിലതൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ഷീണമൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചേക്കും. അന്നേരത്തിലെ ലോട്ടിന് നമുക്ക് സെയിൽ ചെയ്യാൻ നിങ്ങൾ കാണിക്കാൻ പോലും ചിലപ്പോൾ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇത് മാറ്റി വെക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇത് നമ്മുടെ ഇതാ സാറ്റിൻ പോത്തോസ്. ഈ ഒരു 2 സ്റ്റെമ്മൊക്കെ ആയിട്ട് വെയിൽ റൂട്ടൊക്കെ വന്ന് ഒക്കെ ഇങ്ങനെ പിടിച്ച് വന്നിട്ടുള്ളത്. അടുത്തത് നിയോൺ പോത്തോസ്, ഇതാ ഇത് ഇങ്ങനെ കേട്ടോ. അടുത്തത് മൂൺഷൈൻ തന്നെയാണ്. ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇതാ ഇങ്ങനെ കേട്ടോ. ഇങ്ങനെ വരുന്ന ഈ പ്ലാന്റിന് ഞാൻ പറയാം റേറ്റ് വരുന്നത് 300 ആണ് റേറ്റ് വരുന്നത്. 5 പ്ലാന്റ് കേട്ടോ. ഇതാ ഇങ്ങനെ 5 പ്ലാന്റ് 300 റേറ്റ് ആണ് വരുന്നത്. താല്പര്യമുള്ളവർ വേഗം മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇന്ന കോംബോയാണെന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒറ്റ സെറ്റേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ സാറ്റിൻ പോത്തോസിൻ്റെ കോംബോ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇതിലിപ്പോൾ സാറ്റിൻ മാത്രമാണുള്ളത്, വേറെ ഇല്ലാത്തേ ഉള്ളൂ. അപ്പോൾ സാറ്റിൻ്റെ കോംബോ അല്ലെങ്കിൽ പെറുവിൻ്റെ കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും കേട്ടോ. അടുത്തത് ഒരു ബിഗോണിയുടെ കോംബോ കാണിക്കട്ടെ, അല്ലെങ്കിൽ ക്രീപ്പറിൻ്റെ കാണിക്കാം. ക്രീപ്പറിൻ്റെ 5 പ്ലാന്റുകളാണ് കേട്ടോ ക്രീപ്പറിൻ്റെ ഇതിലുള്ളത്. ക്രീപ്പറിൻ്റെ 250 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. 5 പ്ലാന്റുകൾക്ക് 250 ആണ് റേറ്റ് വരുന്നത്. അതിൽ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാനിത് ഇതാ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ക്യാറ്റ്സ് ക്ലോ ആണ്. ഇത്രയും തന്നെ ഒരു സൈസ് ആയിരിക്കില്ല കേട്ടോ. അത് ചിലപ്പോൾ അതാ ഇത്രയൊക്കെയുള്ള ഒരു സൈസിലേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സൈസൊക്കെ വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ. എന്നാലും വലിയ പ്ലാന്റുകൾ തന്നെയാണ്. ഇതാ ഇങ്ങനെ. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന അതേ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും മാറ്റി വെച്ചേക്കുന്നതല്ല കേട്ടോ. ആ സെയിൽ ചെയ്യുന്ന അതേ ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ ക്യാറ്റ്സ് ക്ലോ ഒക്കെ ചെയ്യുന്നത് തന്നെ. പിന്നെ ഇത് വരുന്നത് ഗൾഫീനിയ ക്രീപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാന്റ് ആണ്. പിടിച്ചിരിക്കുക. ഇത് ഗൾഫീനിയ ക്രീപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു യെല്ലോ കളർ പ്ലാന്റ് ആണ് കേട്ടോ. യെല്ലോ കളർ. അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഞാൻ ഇതൊക്കെ ചെയ്തിറങ്ങി ഫോട്ടോ ഒക്കെ ഇറങ്ങി കുറേ സമയമില്ല, അതുകൊണ്ടാണ് ഫോട്ടോ. ഗൾഫീനിയ ക്രീപ്പർ കേട്ടോ. ഇത് ഗോൾഡൻ കാസ്കേഡ് കേട്ടോ. യെല്ലോ കളർ പൂവായിട്ട് ഇങ്ങനെ താഴേക്ക് വരുന്ന അങ്ങനെ ഒരു പൂവില്ലേ, അതാണ്. പിന്നെ ഇത് മണിമുല്ല നിറച്ചുണ്ടായിട്ട് വീടിൻ്റെയൊക്കെ മുകളിലേക്കൊക്കെ പോയി വെള്ള കളർ പൂ ഉണ്ടാവുന്ന ഇതില്ലേ, അത്. പിന്നെ ഇതെന്താ നമ്മുടെ വൈറ്റ് കളർ പൂ ഉണ്ടാവുന്നത് ബ്രൈഡൽ ബൊക്കെ കേട്ടോ. ഇത് നല്ല വലിപ്പമുണ്ട്. ഞാനിങ്ങനെ വെച്ചേക്കുമെന്ന് മാത്രം കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കറക്കി ആയിരിക്കും വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ 5 പ്ലാന്റുകളെ ഇപ്പോൾ കാണിച്ച 5 പ്ലാന്റുകൾ. 5 പ്ലാന്റിന് 250 ആണ് റേറ്റ് വരുന്നത്. 250 കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ഒന്ന് ക്ലിയർ ചെയ്യട്ടെ കേട്ടോ. അതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. വെക്കണോ? അതിലേക്ക് വെച്ചേക്കാം. ഒന്ന് ക്ലിയർ ചെയ്യട്ടെ കേട്ടോ. അടുത്തത് നമ്മളുടെ ബിഗോണിയയുടെ കോംബോയാണ്. ബിഗോണിയയുടെ കോംബോ 4 പ്ലാന്റുകളാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ എടുത്ത് വെക്കട്ടെ. ഓരോന്ന്. ആദ്യത്തെ പ്ലാന്റ് ഇതാണ് വരുന്നത്. ഇത് ബ്ലാക്ക് കളറായിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ 4 പ്ലാന്റുകൾ 350 ആണ് റേറ്റ് വരുന്നത്. 4 പ്ലാന്റുകൾ 350 രൂപ കേട്ടോ. ഇങ്ങനെ. ഇതെല്ലാം വലിയ പ്ലാന്റുകളാണ് കേട്ടോ. ഇതിൻ്റെ അടിയിലത്തെ ഇലകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ മണ്ണിലേക്ക് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. വലിയ പ്ലാന്റുകളാണ് വരുന്നത്. ഇങ്ങനെ കേട്ടോ. അടുത്തത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പോലെ തന്നെ ഒരു ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇത് ഒത്തിരി കട്ട് ചെയ്ത് നിങ്ങൾക്ക് നടാൻ പറ്റും.
3, 4, 5 ഒക്കെ ആയിട്ട് കട്ട് ചെയ്ത് നിങ്ങൾക്ക് നടാൻ പറ്റും കേട്ടോ. ഇതാ ഈ ഇത് ഹാങ്ങിങ് വെറൈറ്റിയാണ്. ഹാങ്ങിങ് എന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് പോട്ടിൽ മാത്രം സെറ്റ് ചെയ്യണമെന്നില്ല. ഞാനിപ്പോൾ ഈ ഹാങ്ങിങ് പോട്ടിൽ അങ്ങനെ വെച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അല്ലാണ്ട് മറ്റേ വലിയ പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് ഒരു കുറച്ചിങ്ങനെ ഹൈറ്റ് പൊക്കത്തിലൊക്കെ കയറ്റി വെക്കാവുന്ന രീതിയിൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിറയെ ആയിക്കോളൂ കേട്ടോ. അങ്ങനെ ഭംഗിയിൽ. ഇത് വെറൈറ്റി ഇതാണ് കേട്ടോ രണ്ടാമത്തെ. മൂന്നാമത്തെ വെറൈറ്റി ഇതാണ്. ബിഗോണിയയ്ക്ക് ഇവരിങ്ങനെ ആട്ടം ഉണ്ടാവുമല്ലോ. ഇത് നല്ല മെച്യൂർഡ് ആയിട്ടുള്ളത്. ഇത് ഫ്ലവറൊക്കെ വന്നിട്ടുള്ള അങ്ങനെയുള്ള ഒരു സൈസിലാണ് കേട്ടോ. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇലകളൊന്നും കട്ട് ചെയ്ത് കളയില്ല കേട്ടോ. നിങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലയൊക്കെ മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ നല്ല തൈകളായിക്കോളൂ കേട്ടോ. ഇത് കണ്ടോ, വേരൊക്കെ കണ്ടോ. അത്രയും മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് മൂന്നാമത്തെ പ്ലാന്റ്. നാലാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കാണിച്ചില്ല, അതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ്. ഇത് കേട്ടോ. ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഇത്രയും ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞനും കൂടെ അതിൻ്റെ ഇല്ല കുഞ്ഞനല്ല കേട്ടോ. ഇങ്ങനെ. പിന്നെ 4 പ്ലാന്റിനും കൂടെ 350 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഞാൻ നോക്കട്ടെ, ബിഗോണിയ കോമ്പോ 350 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ അതും കഴിഞ്ഞു. ഇങ്ങോട്ടൊക്കെ തന്നെ ഒന്ന് മാറ്റി വെച്ചേക്കട്ടെ കേട്ടോ. അടുത്തത് റബ്ബർ പ്ലാന്റിൻ്റെ കോംബോയാണ്. റബ്ബർ പ്ലാന്റിൻ്റെ 3 വെറൈറ്റിയാണ് ഉള്ളത് കേട്ടോ. റബ്ബർ പ്ലാന്റ് കോംബോ വരുന്നത് 250 ആണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. ഞാനത് ഇത് ഒരു പ്ലാന്റ്, ഈ ഒരു യെല്ലോയും ഇതൊക്കെ ചേർന്നിട്ട് ഇതിപ്പോൾ ഇരുന്നപ്പോഴത്തേക്കും കളർ ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒട്ടും വെളിച്ചമില്ലാത്തൊരു സ്ഥലത്തായിരുന്നേ. നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നല്ലോണം വെക്കുമ്പോഴത്തേക്കും കളറൊക്കെ വന്നോളൂ കേട്ടോ. 250 ആണ് റേറ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ തന്നെ ഏകദേശം അതേപോലത്തെ തന്നെ ഒരു പ്ലാന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നേ, ഒരു കുഞ്ഞൻ ഇങ്ങനെ പണ്ട് വന്നിരുന്നതായിരുന്നു. അതും റബ്ബർ പ്ലാന്റ് തന്നെയാണ്. സോറി, അത് കേട്ടോ. ഏകദേശം ഒരു സാമ്യമായിട്ട് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഇതിന് സെയിം ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഉപകാരമാണ്. കാരണം ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ നട്ടുപിടിപ്പിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ. ഇത് മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് റബ്ബർ പ്ലാന്റിൻ്റെ ഇതാണ് കേട്ടോ. ഇത് ഈ ഒരു വെറൈറ്റി. നന്നായിട്ടൊക്കെ വേരൊക്കെ വന്ന് ഭയങ്കരമായിട്ട് വന്നേക്കുന്ന പ്ലാന്റാണ്. ഇതിങ്ങനെ കേട്ടോ. ഇതിൻ്റെ 3നും കൂടെ 250 ആണ് റേറ്റ് വരുന്നത്. 250 കേട്ടോ. കണ്ട, ഇത് 3നും കൂടെ 250. റബ്ബർ പ്ലാന്റ് കോംബോ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ ക്രീപ്പർ കോംബോ, ബിഗോണിയ കോംബോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും കേട്ടോ. അധികമൊന്നും നമുക്ക് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. പിന്നെ ഞാൻ കാണിക്കട്ടെ, ഫിലാഡൻഡ്രോണിൻ്റെ കോംബോ കാണിക്കട്ടെ. ഫിലാഡൻഡ്രോണിൻ്റെ 4 പ്ലാന്റുകളാണ് നമുക്ക് ഉണ്ടായിരിക്കുക കേട്ടോ ഈ കോംബോയിൽ. ഒറ്റ സെറ്റേ ഉള്ളൂ കേട്ടോ, ഒറ്റ സെറ്റ്. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളുടെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കാണിച്ചത്, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പേഴ്സണൽ പ്ലാന്റ് കാണിച്ചുല്ലോ, വെൻറ്റി കാണിച്ചുല്ലോ. ആ പ്ലാന്റ് കാണിച്ച് കഴിഞ്ഞപ്പോൾ അതിന് ഒത്തിരി എൻക്വയറി ആയിരുന്നു കേട്ടോ. എൻ്റെ അഗ്ലോണിമയും ഇതെല്ലാം കാണിച്ചല്ലോ. അതിൽ വെൻറ്റി കാണിച്ചില്ലേ, വലിയ പ്ലാന്റ്. അതിൻ്റെ ചെറിയ പ്ലാന്റാണ്, ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് അല്ല കേട്ടോ. കട്ടിങ് ഇത് വഴിയാണ് പ്രൊപ്പഗേഷന് വന്നേക്കുന്നത്. ഇത് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഇത് കണ്ട കട്ടിങ്ങിൻ്റെ ഒരു പാടും കൂടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വലിയ ഇല ആയിക്കോളും, നല്ല അടുത്ത ഇലയൊക്കെ നല്ല ഭംഗി ആയിക്കോളൂ കേട്ടോ. അടുത്തത് രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഗ്ലോറിയോസ് ആണ്. ഇതാണ് ഇതിൻ്റെ ഭംഗി വരുന്നത് കേട്ടോ. ഇതേ കണ്ടോ, ഗ്ലോറിയോസ്. മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് മയോയി ആണ്. ഫിലാഡൻഡ്രോൺ വെറൈറ്റി തന്നെ. ഇത് മയോയി കണ്ടോ. ഇത് നാലാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ കലാഡിയം സീബ്ര. ഈ ഒരു പ്ലാന്റ് കേട്ടോ. ഇങ്ങനെ കേട്ടോ. ഇല വലുതാവോ കേട്ടോ. ഇത് ചെറിയ പ്ലാന്റ് ആണ്. 700 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. 700 പ്ലസ് കൊറിയറാണ്. ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ കൊറിയർ ചാർജും കൂടെ വരുവേ. ഇത് കേട്ടോ. 4 പ്ലാന്റ് 700 കേട്ടോ. പിന്നെ കലാത്തിയുടെ കോംബോ കാണിക്കട്ടെ. കലാത്തിയുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഏറ്റവും ചെറിയ പ്ലാന്റ് എടുത്ത് വെച്ചേക്കണം കേട്ടോ. അതിലൊക്കെ കൂടുതൽ എന്തായാലും 2 ഷൂട്ട് ഉറപ്പായിട്ടും ഉണ്ടാവുമേ. ഇത് കേട്ടോ. അടിഭാഗം ഇതാണ്. ഇതിൻ്റെ പേര് മറന്നു കേട്ടോ. പേര് ഞാൻ പറയണില്ല, നിങ്ങൾ നോക്കിക്കോളൂ. ഒരു കാപ്പി ഇലയായിട്ട് അതിൻ്റെ അടിഭാഗം ഈ ഒരു കളറായിട്ട് വരുന്നതില്ലേ. ഇങ്ങനെ ട്രൊമാന്തേ സങ്കുനിയ, അതാണ് കേട്ടോ പേര്. ഓർമ്മയിൽ വന്നു. ഒരു ശ്രീലങ്കൻ പേരൊക്കെ പോലെ തോന്നണില്ലേ. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ വെറൈറ്റി, ഗ്രീൻ വേവ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്ലാന്റ് കേട്ടോ. ഈ ഒരു ഇതിലുള്ള പ്ലാന്റ്. മൂന്നാമത്തെ വെറൈറ്റി വരുന്നത് ഇതും നല്ലൊരു വെറൈറ്റിയാണ്. ഞാൻ ഏറ്റവും ഒരു ഇങ്ങനെയുള്ള കുറച്ച് കരിഞ്ഞതൊക്കെയാണ് എടുത്ത് വെച്ചേക്കണേ. ഇങ്ങനെ. ഇതിൻ്റെ 280 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. 4 പ്ലാന്റുകളാണ് 280. നാലാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഇത് കേട്ടോ.
കലാത്തിയം ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള കലാത്തിയ എന്ന് തന്നെ പറയാൻ പറ്റില്ല കേട്ടോ. അത് ഒരു കലാത്തിയ എന്ന് പറഞ്ഞാലും ഇത് കറക്റ്റ് അറിയാവുന്നവർക്ക് അറിയാം. കലാത്തിയ ഒരു ഫാമിലിയിൽ പെട്ടതാണ് എങ്കിൽ പോലും നമ്മൾ കലാത്തിയ എന്ന് ഇതിന് പറയില്ല കേട്ടോ, വേറൊരു പേരാ പറയുന്നത്. 4 പ്ലാന്റുകൾ കേട്ടോ. 4 പ്ലാന്റുകൾ 280 ആണ് റേറ്റ് വരുന്നത്. 280 പ്ലസ് കൊറിയറാണ് വരുന്നത്. താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഈ കലാത്തിയുടെ വേറെ ഒരെണ്ണം കാണിക്കട്ടെ. ഇത് കലാത്തിയ നമുക്ക് സ്റ്റോക്ക് വന്നതിൽ മറഞ്ഞു പോയിട്ട് താഴേക്ക് കിടന്ന് ഇലകളൊക്കെ ഇതായി പോയത് പ്ലാന്റ് ആണ്. അപ്പോൾ അത് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് 100 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നവരൊക്കെ പിടിപ്പിച്ചെടുത്തോളൂ കേട്ടോ. അതാ ഇതെങ്ങനെയാണ് കടഭാഗം വരുന്നത്. കടയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല, നന്നായിട്ട് ഉറച്ചിരിക്കുന്നുണ്ട്. ഇത് കണ്ട വേരുകൾ കണ്ട, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ മറിഞ്ഞു പോയിട്ട് കാണാതെ കിടന്നതാണ്. 100 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ നമ്മളുടെ അതും കൂടെ കാണിച്ചാലോ. ഇത് ക്രിങ്കിൾ കേട്ടോ. ക്രിങ്കിൾ നേരത്തെ വന്നിരുന്നതായിരുന്നല്ലോ. ഇപ്പോഴത്തെ റേറ്റ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് 120 റേറ്റ് വരുന്നത് കേട്ടോ. ഇത് നമ്മളുടെ ധാരാസിങ്ങിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് നേരത്തെ എവിടെയൊക്കെയോ മാറിക്കിടന്നതായിരുന്നു കേട്ടോ. അത് ഇത്രയായതായിരുന്നു. ഇത് 100 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഒറ്റ പ്ലാന്റേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഇത് അവിടെ ഇവിടെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കാണത്തില്ല, ചീത്തയായി പോകും. അപ്പം നമ്മൾ നോക്കണ പോലെ അല്ലല്ലോ. അടുത്തത് ഈ ഒരു വെറൈറ്റി ആയിട്ട് അലോക്കേഷ്യ വെറൈറ്റി. അലോക്കേഷ്യ പേര് ഞാൻ മറന്നു എനിക്ക് കിട്ടാനുള്ള. 80 റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇത് കുറച്ച് എണ്ണം ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ വേരിന്നൊക്കെ നമുക്ക് ഇങ്ങനെ ചട്ടികളിൽ തന്നെ ഇരുന്നിട്ടേ കരിഞ്ഞൊക്കെ പോയിട്ട് അങ്ങനെ മാറ്റിയിട്ടായിരുന്നത് പിന്നെയും അങ്ങനെ ആയിട്ട് വരുന്നതാണ് കേട്ടോ. നല്ല പ്ലാന്റുകളാണ്. ഇങ്ങനെ കേട്ടോ. ബാക്കി പ്ലാന്റുകളൊക്കെ കുറച്ചൊക്കെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാറ്റലോഗിലും കൂടെ നിങ്ങൾ നോക്കിക്കോളൂ. കുറച്ച് കോംബോ ഏതാണ്ടൊക്കെ കിടക്കണം എന്നുണ്ടെന്ന് തോന്നുന്നു. അതും കൂടെ നോക്കിക്കോളൂ കേട്ടോ. അപ്പം ഈ റേറ്റുകളൊക്കെ പിന്നീട് ഒന്നും ബാധകമായിരിക്കില്ല കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ അറിയാലോ, പ്രത്യേക സാഹചര്യത്തിലാണ് ഇങ്ങനെയൊക്കെ. ഇതൊക്കെ നമ്മളുടെ സ്വന്തം പ്ലാന്റുകളും ഇതൊക്കെ ആകുമ്പോഴത്തേക്കും പ്രൊപ്പഗേഷൻ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഏറ്റവും റേറ്റ് ഇതിൽ കുറച്ചിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. പുറമേ നിന്ന് വരുന്ന പ്ലാന്റുകളൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ. വേഗം. അപ്പോൾ ഈ പ്ലാന്റുകൾ ഇന്ന് ഈ ദിവസങ്ങളിൽ തന്നെ അയക്കും കേട്ടോ. ഇന്നും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അയക്കും. ഇനി കുറച്ച് പെൻഡിങ്ങുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇന്ന് തന്നെ ക്ലിയർ ചെയ്യും കേട്ടോ. ഇന്ന് തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴി പ്ലാന്റ്സിലേക്ക് പ്ലാന്റുകൾക്കൊന്നും പോട്ടുകൾ ഉണ്ടായിരിക്കുകയില്ല. വിതിൻ 2 days നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബൈ.